ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമ ശ്രുതിയെ വഴക്ക് പറയുന്നതൊക്കെ കേട്ടിട്ട് അശ്വിൻ അങ്ങ് റൂമിലേക്ക് കയറി പോവാണ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ശ്രുതിയെക്കുറിച്ച് ഓർക്കാണ് കേട്ടോ. ശ്രുതിയെ മനോരമ വഴക്ക് പറഞ്ഞതും എല്ലാവരും കൂടി തനിച്ചാക്കുന്നതും അശ്വിൻ പ്രണയം പറയാൻ ചെല്ലുമ്പോൾ ശ്യാമുമായിട്ട് ഒരുമിച്ച് കണ്ടതും കല്യാണം കഴിക്കേണ്ടി വന്നതും എല്ലാം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് അങ്ങ് വരികയാണ്. എന്നിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ടേ. അതിനുശേഷം നമ്മുടെ ബെഡ്ഷീറ്റും തലനെയും എടുത്തിട്ട് ഒറ്റ പോക്കാണ്. ആ പോക്കിൽ അവിടെ കാണുന്ന ഗ്ലാസോ മറ്റോ തട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ തന്നെ അശ്വിൻ ശബ്ദം കൊണ്ട് ചെവി പൊത്താണേ. ശ്രുതിയാണെങ്കിൽ പേടിച്ച് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അശ്വിൻ എന്താണാവോ പറയാന്നുള്ള ഭാവത്തിൽ. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ ജീവിതം നശിപ്പിച്ച പോലെ തന്നെ ഇവിടെയുള്ള സാധനങ്ങളും നശിപ്പിക്കാന്ന് നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ നീ പറഞ്ഞത്? നിന്ന് പെറുവിറുക്കാതെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നുണ്ടോ നീ? ഓ, മനസ്സിലാവുന്ന ഭാഷ? അത് നിങ്ങൾക്ക് മനസ്സിലാവോ? മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ടാ അപ്പോൾ മനസ്സിലാവുന്ന ഭാഷ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കണേ. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരം എത്ര വലുതാണെന്നറിയാവോ? അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളുടെ വാശിക്കും ദേഷ്യത്തിനു മുൻപിൽ തകർന്നു പോയത് എൻ്റെ ജീവിതം. ഞാൻ ചെറുപ്പത്തിൽ എന്ന പോലെ ഇപ്പോൾ അനാഥയാണ്. എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർക്ക് എന്നെ വേണ്ട എന്നിങ്ങനെ സങ്കടത്തോടെ ശ്രുതി പറയുമ്പോൾ അശ്വിൻ അത് കേട്ട് നിൽക്കാതെ മറുപടി ഇല്ല കേട്ടോ. എന്നെ വീണ്ടും വീണ്ടും അനാഥയാക്കിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എനിക്കും വളരെ വളരെ സന്തോഷമായി. ആ സന്തോഷത്തിന് ഇതൊക്കെ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുന്നേ എന്ന് പറയാട്ടോ. നിങ്ങളുടെ ഭാര്യയായിട്ട് മറ്റുള്ളവരെ ബോധിപ്പിച്ച് ജീവിക്കണ്ടേ? അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നീ വീണ്ടും എന്നോട് ചലഞ്ച് ചെയ്യാനുള്ള ഭാവമാണോ? അയ്യോ, അതൊന്നുമല്ല. നിങ്ങളുടെ മുൻപിൽ വരുന്നവരൊന്നും സന്തോഷമായിട്ട് ഇരിക്കരുത്. അവരുടെ ജീവിതം എന്നും നരക തുല്യമാവണം. അതാ നിങ്ങളുടെ ഇഷ്ടം. അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ എൻ്റെ ജീവിതം ഇങ്ങനെയെല്ലാം ആക്കിയത്. അപ്പോൾ അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കുന്നുണ്ട്. അതെ, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. നിന്റെ സങ്കടം കാണാൻ, നിന്റെ കണ്ണീര് കണ്ട് സന്തോഷിക്കാൻ. അത്രയ്ക്ക് വെറുപ്പാണ് നിന്നെ എനിക്ക്. അതെ, മറ്റുള്ളവരുടെ സങ്കടവും കണ്ണീരും ഒക്കെ കണ്ട് സന്തോഷിക്കുന്ന നിങ്ങളെയും എനിക്ക് വെറുപ്പാണ് എന്ന് പറയുമ്പോൾ അശ്വിനാകെ ഫീൽ ചെയ്യാണ് കേട്ടോ. നിങ്ങൾ എന്നെ എത്ര വെറുക്കുന്നുണ്ടോ അതിന് 100 ഇരട്ടി ഞാനും നിങ്ങളെ വെറുക്കുക. അതും കൂടെ കേൾക്കുമ്പോൾ അശ്വിൻ അങ്ങ് ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണേ. വാട്ട് യു സേ? ദേ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ അധികം ഒച്ച വെച്ച് ആളെ കൂട്ടണോ എന്ന് ചോദിക്കാട്ടോ ശ്രുതി. അത് നിങ്ങൾ മറക്കണ്ട എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ ശ്രുതി ആ ബെഡ്ഷീറ്റും തലനെയും എടുത്തിട്ട് പോവാണേ. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ കുട്ടീഷ്ണൻ്റെ ആ വിഗ്രഹം എടുത്തിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ചിരിക്കാണല്ലേ എന്നെ നോക്കി? ആ, ചിരിക്ക്, സന്തോഷിക്ക്. മറ്റുള്ളവരെ പോലെ തന്നെ വേദനിപ്പിക്കലാണല്ലോ നിന്റെ ഇപ്പോഴത്തെ രസം. അറിഞ്ഞോ അറിയാതെയോ 1000 പ്രാവശ്യം ഞാൻ നിന്റെ പേര് വിളിക്കാറില്ലേ? കൈ നിറയെ വെണ്ണ തരാറില്ലേ? പൂവും പ്രസാദമൊക്കെ തരാറില്ലേ? എന്നിട്ടും നിനക്കെൻ്റെ കണ്ണീരല്ലേ വേണ്ടത്? എന്തിനാ എൻ്റെ കുട്ടീഷ്ണ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അശ്വിൻ സായിറാമിനെ പോലെ തന്നെ എന്നെ കണ്ണീര് കുടിപ്പിക്കുന്ന ആളുടെ കൂട്ടത്തിലാണ് നീയും. ഇല്ല, ഇനി ഞാൻ നിന്നെ പൂജിക്കില്ല. ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും നീ പ്രതീക്ഷിക്കണ്ട. എനിക്ക് എന്ത് ആപത്ത് വന്നാലും ഞാൻ നിന്നെ വിളിക്കില്ല. നീ എന്നെ രക്ഷിക്കുകയും വേണ്ട. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടുപിടിക്കും. ഇനി എനിക്ക് അയാളുടെ സൗഹൃദം മാത്രം മതി. നിന്നെ കൂട്ടുകൂടാൻ കൊള്ളില്ല. നോക്കട്ടെ എനിക്ക് പറ്റിയ ഒരു ഫ്രണ്ടിനെ കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ നമ്മുടെ ശ്രുതി നിൽക്കുകയാണേ. അതിനുശേഷം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ രാമേട്ടനോട്, രാമേട്ട, ഇവിടെ കുറച്ച് അതിഥികൾ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി റൈസ് കരുതണം. എത്ര പേര് വരും കുഞ്ഞെ? അതറിയില്ല, എന്തായാലും ഒരു 5-6 പേർക്കുള്ള ഭക്ഷണം കരുതണം. ഓ, അതാണോ? അത്രയേ ഉള്ളൂ. അതിന് കുഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് ഇതാന്ന് പറഞ്ഞപ്പോഴേക്കും പണി കഴിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മനോരമ, അഞ്ജലി ബേബി ഒന്നിങ്ങനെ വന്നേ. എന്താ ആൻറ്റി? പ്ലീസ് സിറ്റ്. എനിക്കൊരു കാര്യം ടോക്ക് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ അതിഥികൾ വരുന്നത് ന്യൂലി കപ്പിൾസിനെ കാണാനാണ്. അതിലേത് കപ്പിൾസിനെയാ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാട്ടോ അഞ്ജലിയോട്. എന്താ ആൻറ്റി പറഞ്ഞത്? അഞ്ജലി ബേബി, ഡോണ്ട് ബി സില്ലി. ഞാൻ പറഞ്ഞ കാര്യം അഞ്ജലി ബേബിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കട്ടോ അഞ്ജലി. എല്ലാവരും അലൗ ചെയ്ത മാരിയാണ് എൻ്റെ മോൻ്റെയും മരുമോളുടെയും. അതൊക്കെ വെർ ഈസ് ദ അതർ കപ്പിൾ? വാട്ട് ഈസ് ദ പൊസിഷൻ? പുതിയ പെണ്ണിനെയും ചെക്കനെയും കാണാൻ വരുന്ന അവർ വേറൊരു പെണ്ണിനെ കണ്ടാൽ അവരെന്തു വിചാരിക്കും? നമ്മൾ എന്തു പറയും?
അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അഞ്ജലി ശ്രുതിയോട് പറയുന്നുണ്ട്, അല്ല ശ്രുതി, നീ ഈ സാരി തന്നെയാണോ ഉടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മനോരമ അഞ്ജലിയുടെ മുഖം പിടിച്ചങ്ങോട്ട് തിരിക്കുകയാണേ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, അതെ, ഇവിടെ കുറച്ച് അതിഥികളൊക്കെ പുതിയ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ മുന്നിലേക്ക് ചാടിത്തുള്ളി പോയി നിന്നേക്കരുത് പ്ലീസ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങ് വരികയാണേ. അതെന്താ മനോരമ നീ അങ്ങനെ സംസാരിച്ചേ? അതല്ല മദർ, ഇവളെ കണ്ടെങ്കിലല്ലേ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുള്ളൂ ഇവൾ ആരാണെന്ന്. ഇവൾ വരാതിരുന്നാൽ നമ്മൾ അതിന് ഉത്തരം പറയണ്ടല്ലോ. ദാറ്റ് ഈസ് ഓൾ. നീ അങ്ങനെ കഷ്ടപ്പെട്ട് കള്ളം പറയാനൊന്നും നിൽക്കണ്ട. അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ആരും കള്ളം പറയാറില്ല. വരുന്നവരോട് സത്യം പറഞ്ഞാൽ മതിയല്ലോ എന്നിങ്ങനെ പറയാട്ടോ മുത്തശ്ശി. അല്ലെങ്കിലും എന്നായാലും അവരിതൊക്കെ അറിയാനുള്ളതല്ലേ. എൻ്റെ മൈ ഗോഡ്, ഈ തള്ള എവിടെ ചെന്നാലും നെഗറ്റീവ് ആണല്ലോ എന്നിങ്ങനെ പിറുപിറുക്കുന്നുണ്ട് കേട്ടോ മനോരമ. ശ്രുതി ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞോളാം. നീ കിടന്ന് വിഷമിക്കണ്ട. ശ്രുതി, മാറ്റാനുള്ള ഡ്രസ്സ് ഞാൻ എടുത്തുതരാം, നീ റൂമിലേക്ക് പോക്കോ എന്ന് പറയട്ടോ മുത്തശ്ശി. അപ്പൊ ശ്രുതി അങ്ങ് പോവാണ്. അഞ്ജലിയും ഒപ്പം പോകുന്നുണ്ട്. ശ്രുതി, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് മനോരമ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, എന്നെ ഇങ്ങനെ സ്മോൾ ആയിട്ട് കാണരുത് എന്ന് ഞാൻ അമ്മയോട് മെനി സെവറൽ ടൈംസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും ഞാനും നിങ്ങളെപ്പോലെ ഒരു അമ്മായിയമ്മ തന്നെയല്ലേ. ആ വകതിരിവാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ബോധം നിനക്കുണ്ടായാൽ നീ എന്നോടും ഞാൻ നിന്നോടും പറയേണ്ടി വരില്ല എന്ന് പറയട്ടെ മുത്തശ്ശി. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനോരമ പറയുന്നുണ്ട്, അമ്മേ, എന്നെ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം അമ്മ വല്ല PhD എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ. എങ്കിലേ ഞാനൊന്നും സ്പീച്ചാൻ വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ അഞ്ജലി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അശ്വൻ ചേച്ചി എന്ന് വിളിച്ച് വരികയാണേ. കുഞ്ഞാൻ, നീ റൂമിലേക്കല്ലേ, ഞാനൊരു കാര്യം തരാം എന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മ എടുത്തു വെച്ചിരുന്ന വള എടുത്ത് കൊടുക്കാണ്. ഇത് നീ ശ്രുതിക്ക് കൊടുത്തേക്കണം. അമ്മയുടെ ഒരു ആഗ്രഹമാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഈ വള ഇടണം എന്നത്. ഇത് നിന്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാ, ഇത് നീ തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വള കൊടുക്കുമ്പോൾ അശ്വിൻ അത് വാങ്ങിയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇത് നമ്മുടെ മനോരമ കാണുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്ന് നിന്ന് പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ മൈ ഗോഡ്, ചേച്ചിയും അനിയത്തിയും കൂടെ ഈ വീട്ടിലെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കും. അത് നടക്കില്ല, അത് നടത്തില്ല, ഞാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അതിനുശേഷം നമ്മുടെ ആകാശിനെയും പ്രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. പ്രീതിയാണെങ്കിൽ ശ്രുതി കൊടുത്ത ആ കൃഷ്ണ വിഗ്രഹം പിടിച്ച് കരയാണേ. എന്നിട്ട് അവൾ കൊടുത്ത ആ ഒരു ഭാഗമൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആകാശ് വന്നിട്ട്, എന്തിനാണോ താൻ ഇങ്ങനെ കരയുന്നത്? ശ്രുതി ഓർത്താണല്ലേ? അതെ, ജീവിതത്തിൽ ഒരിക്കലും അവളെ ഇത്ര നേരം ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല. മാക്സിമം 1-2 മണിക്കൂർ, അതിനപ്പുറം ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല. അവളിപ്പോൾ എന്നെക്കാളും വിഷമിക്കുന്നുണ്ടാവും. ഞാൻ മാത്രമല്ലല്ലോ, അവളെ സ്നേഹിക്കുന്ന എല്ലാവരും അവളുടെ ശത്രുക്കളായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, താൻ ഒരിക്കലും അവളുടെ ശത്രു അല്ലല്ലോ, പിന്നെ താൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഞാൻ അതല്ല ഓർത്തെ, അവൾ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഏട്ടൻ ശ്രുതിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തോ ഒരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ കാരണം ശ്രുതിയാണ്. അങ്ങനെ ശ്രുതിക്ക് ശ്രുതിയുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഇല്ലേ, അതിന് ചേട്ടനോട് കൂടെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. എന്താണെങ്കിലും അവൾക്ക് ഇതെന്നോട് ഷെയർ ചെയ്താൽ എന്താ കുഴപ്പം? എത്ര തവണയായി ചോദിക്കുന്നു, ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നാൽ എന്താ ചെയ്യാ? ഇത്രയും ക്ഷമിച്ചില്ലേ, ഇനി കുറച്ചുകൂടെ ക്ഷമിക്കാൻ നമുക്ക്. അതിൻ്റെ കാരണം നമുക്ക് വഴിയെ മനസ്സിലാവും പ്രീതി എന്ന് പറഞ്ഞു കൊടുക്കാട്ടോ ആകാശ്. സ്നേഹിക്കുന്നവർക്ക് ആർക്കും അവളെ പിരിഞ്ഞിരിക്കാൻ അധികം നാൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് താനിങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ആകാശ് പറയുമ്പോൾ മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എൻ്റെ മൈ ഗോഡ്, ഇതെന്താ കല്യാണ വീടോ അതോ ഡെത്ത് വീടോ? ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരുന്നാൽ മറ്റുള്ളവർ വിചാരിക്കുന്നത് എന്താ? നിന്റെ അടുത്ത് ഞാൻ ഭരണം തുടങ്ങിയെന്നല്ലേ? അതുകൊണ്ട് വരുന്നവരുടെ മുൻപിലെങ്കിലും കളിച്ചും ചിരിച്ചും നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കട്ടോ മനോരമ. അത് കേട്ട് പേടിച്ച് പ്രീതി ആ എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മേ. നോ, ഇത് നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ടാവണം നിങ്ങൾ ഇവിടെ ജീവിക്കാൻ. നീ അതൊന്നും അവൾക്ക് പറഞ്ഞു കൊടുക്ക്. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന നേരത്ത് അഞ്ജലി അവൾക്ക് മാറ്റാനുള്ള സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്. കൂടെ നമ്മുടെ മനോരമയും. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് മനുവാട്ടി ഇരുന്ന് ആലോചിക്കുന്നത്? അടുത്ത ബോംബ് ഈ വീട്ടിൽ എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്നാണോ? അഞ്ജലി ബേബി, അതങ്ങ് കൊടുക്ക്. അതെ, നീ ഫ്രഷായി വന്ന് ഇതെല്ലാം അണിഞ്ഞൊരുങ്ങി നിന്നോ. പിന്നെ അധികം പുറത്തൊന്നും ചുറ്റിത്തിരിയാൻ നിൽക്കണ്ട. ഇതൊന്നും നിനക്ക് അർഹതപ്പെട്ടതല്ല. പിന്നെ ഞങ്ങളുടെ മാന്യതയ്ക്ക് ഇതങ്ങ് തരുന്നതന്നേ ഉള്ളൂ. അപ്പൊ ശ്രുതിയുടെ കയ്യിലേക്ക് നോക്കുകയാണ് നമ്മുടെ അഞ്ജലി. അല്ല ശ്രുതി, ആ വള എവിടെ? നിനക്ക് കുഞ്ഞനത് തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി തല കൊണ്ട് ആട്ടാട്ടോ. അതെന്ത് പണിയാ കുഞ്ഞനീ കാണിച്ചേ? അവനോട് ഇത് വേഗം ശ്രുതിക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. നീ പോയി ഫ്രഷായി നിൽക്ക്, ഞാൻ അപ്പോഴേക്കും കുഞ്ഞൻ്റെ അടുത്ത് നിന്ന് ആ വള വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോവാട്ടോ.
അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, ആ വേഗം അതൊക്കെ നോക്കിക്കോ, ആദ്യമായിട്ട് കിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് മനോരമ പെട്ടെന്ന് ബാൽക്കണിയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടെ ബെഡ്ഷീറ്റും തലണയും കാണുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എൻ്റെ മൈ ഗോഡ്, അപ്പോൾ ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിലും ബാൽക്കണിയിൽ ബ്ലാങ്കറ്റ് വിരിച്ച് കിടക്കുന്ന സ്വഭാവം നമ്മുടെ കുഞ്ഞനില്ല. പിന്നെ ശ്രുതി ആയിരിക്കോ, എന്തോ സംതിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതെങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ മനോരമ ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആകെ ശ്രുതിയുടെ ചുറ്റും നടന്നിട്ട് മുഖത്തേക്ക് ഇങ്ങനെ ആക്കിയ പോലെ നോക്കുന്നുണ്ട്. ഒരുങ്ങി ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് മനോരമ തിരിഞ്ഞ് നോക്കിയിട്ട് തന്നെയാട്ടോ പോകുന്നത്. ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയാവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.